തൃശ്ശൂരിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു പ്രേതാത്മാക്കളുടെ കഥയാണ് നമ്മളിന്ന് പറയുന്നത്. നടന്ന സംഭവമാണ്, റിയൽ സ്റ്റോറി. തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിലെ കിളി വിളിച്ച് പറയണ്, ആത്മാവ് സ്റ്റോപ്പ്, ആത്മാവ് സ്റ്റോപ്പ്, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം എന്ന് പറയുന്നത്. ആ ആത്മാവ് സ്റ്റോപ്പിൽ പലരും ഇറങ്ങി, പലരും കയറി. ആ ആത്മാവ് സ്റ്റോപ്പാണ്. എങ്ങനെ അവിടെ ആത്മാവ് സ്റ്റോപ്പ്, എങ്ങനെ ആത്മാവെന്ന് പേര് വന്നു ആ ബസ് സ്റ്റോപ്പിന്, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് ഒരു 10-60 കൊല്ലം മുമ്പുള്ള ആൾക്കാർക്ക് ഈ കഥ അറിയാം. അപ്പോൾ എങ്ങനെ കഥയുടെ തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവ് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേര് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ആത്മാവ്. അപ്പോൾ കൊടുങ്ങല്ലൂർക്ക് പോകുമ്പോൾ കൊടുങ്ങല്ലൂർ എത്തണ്ട, അതിന് മുമ്പാണ് ഈ ആത്മാവ് സ്റ്റോപ്പ്. അങ്ങനെ അവിടെ അങ്ങനെ ഒരു 60 കൊല്ലം മുൻപ് അവിടെ ഒരു മാവുണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു മാവുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നൊരു മാവാണ്. താഴ്ന്നും ചെരിഞ്ഞും ഒക്കെ കൊമ്പുകളുണ്ട്. ആൾക്കാർക്ക് വന്നിരിക്കാനൊക്കെ ആയിട്ട് ആ മാവിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. നല്ല സുഖം, നല്ല കാറ്റൊക്കെ ഇട്ടിരിക്കുക, നല്ല രസമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നൊക്കെ 60 കൊല്ലം മുമ്പൊക്കെ ഒരു പെൺകുട്ടി ഗർഭിണിയാവുക, ഒരാൾ നിന്ന് ഗർഭിണിയാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ചാരിത്രം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യും. അത്രയും ഒരു സമയമുള്ള അന്നത്തെ കാലത്ത്. അപ്പോൾ പിന്നെ ഗർഭിണിയായ ഒരു കുട്ടിയുടെ കാര്യം പറയണ്ടല്ലോ. അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ, ഈ മാവിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടായി. അതിൻ്റെ ഉത്തരവാദി ആരാണ്? അടുത്തുള്ളൊരു പയ്യൻ തന്നെ. അവനിത് ഗർഭമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് ഗർഭം ഉണ്ടാവാണ്ടിരിക്കാനുള്ള വസ്തുക്കളൊക്കെ വളരെ കുറവ്. അതിനെപ്പറ്റി അത്ര വലിയ വിവരമൊന്നും ആർക്കും ഇല്ല. അങ്ങനെ ഗർഭം ഉണ്ടായതുകൊണ്ട് വിപനാകെ പേടിച്ചു. 2 പേരധികം പ്രായമാവത്താര. അവനൊരു 22 വയസ്സ്, ഇതിനൊരു 19 വയസ്സ്. അങ്ങനെ ഇപ്പോൾ പേടിച്ചു. ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ ഇനി അന്ന് കൊണ്ട് ആശുപത്രി കൊണ്ട് കളയാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബോംബെക്ക് നാട് വിട്ടു. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ നാട് വിട്ടു. അവൻ നാട് വിട്ട് പോയോട് ഇവർക്ക് ആകെ പ്രശ്നമായി. വയറ് വലുതായി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായി, ആ നാട്ടിൽ പിന്നെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഒരു ബന്ധുക്കാർ, സ്വന്തക്കാർ, അങ്ങനെ ഇതാരാന്ന് ചോദിച്ചുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്ന. പെൺകുട്ടി ദിവസം ഉറക്കല്ലാണ്ടായി. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന്. അമ്മ അപ്പം അങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അയലൊക്കക്കാരറിഞ്ഞു. അയലൊക്കക്കാർ കുശു എന്ന് പറയുന്നത് അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ആ ഭാഗത്ത് ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞു. പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, ആരാണ് നിൻ്റെ ഗർഭത്തിന് ഉത്തരവാദി? ഈ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഗർഭത്തിന് ഉത്തരവാദി ആരാന്ന് ആരും പറയില്ല. ബന്ധങ്ങളൊക്കെ വളരെ രഹസ്യമാണ്. ഒരാൾക്ക് പോലും അടുത്ത വീടായാലും തൊട്ട വീടായാലും അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വീടായാലും പെണ്ണാണെന്ന് തമ്മിൽ ഒരു ബന്ധമുള്ള പോലെ അവർ പെരുമാറില്ല. അതുപോലെ അത്രയും രഹസ്യമായിട്ടാണ് ബന്ധങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത്. എത്ര തല്ലിയാലും കുത്തിയാലും ഇവൻ്റെ പേര് പറഞ്ഞില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി, ഇനി ഈ നാട്ടിൽ ജീവിച്ചാൽ ശരിയാവില്ല, മരിക്കണ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാതിര നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ മാവെന്ന് പറഞ്ഞ ആ മാവുമ്മക്ക് കയറ് കെട്ടിയിട്ട് ആ പെൺകുട്ടി മരിക്കുകയും ചെയ്തത്. അതും ഇപ്പോൾ കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മോട്ടറും കീട്ടറൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പാളയം കയറാനുള്ളത്. ആ കയറാണ് കെട്ടവക്കത്ത് നിന്ന് അയച്ചു കൊണ്ടുവന്നിട്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അത് വലിയൊരു സംഭവം. അങ്ങനെ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ വരും. അത് ഇങ്ങനെ ഒരു സംഭവമാകുമ്പോൾ അങ്ങനെ വലിയൊരു ആ നാട്ടിൽ വലിയൊരു ഇതായിട്ട് മാറിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുട്ടീനെ അവിടുന്ന് പോലീസ് വന്ന് ഇറക്കി എല്ലാം കഴിഞ്ഞ് ആ കുട്ടീനെ കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ഗർഭിണിയും കൂടിയാണ്. 2 ജീവനാണ് ഒറ്റ പ്രാവശ്യം പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ പെൺകുട്ടി മരിക്കുന്നത് ഒരു ശനിയാഴ്ചയാണ്. ഈ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു സുഖമില്ലാണ്ട് കിടക്കുന്ന ആൾക്കാർക്ക് അരി എത്തിയ ദിവസമെന്ന് പറയും ശനിയാഴ്ച. അതുപോലെ തന്നെ ശനിയാഴ്ച ഒരുപാട് ആക്സിഡൻറ്റിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. നമുക്ക് പൊട്ടബുദ്ധിയിലുമുള്ള പല ആൾക്കാരും പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് ശനിയാഴ്ചയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ശിവൻ ഉറങ്ങണ ദിവസമാണ്. ശിവൻ ഉറങ്ങുന്ന സമയത്ത് ശിവരാത്രിക്കുള്ള ശിവൻ ഉറങ്ങുള്ളൂ എന്ന് പറയും. അതല്ല, ശിവനൊന്ന് കണ്ണടയ്ക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ ശനിയാഴ്ച. കാലന്മാർ കൂടുതൽ ഇറങ്ങി നടക്കുന്നത് ശനിയാഴ്ചയാണ്. എത്രയും പെട്ടെന്നുള്ള, ഇപ്പോൾ ശിവൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഒരു വീട്ടിൽ ആരെങ്കിലും സൂര്യാണ്ട് ഇറങ്ങി ശിവനോട് ഒരു പറയണം, അതിൻ്റെ ആത്മാവിനൊന്ന് എടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവ എടുത്തിരിക്കും. അത് ശനിയാഴ്ച ആയിട്ട് എടുക്കുക. അങ്ങനെയാണ് എൻ്റെ കാര്യം. പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പെൺകുട്ടീനെ പ്രേതം, അത്
ശനിയാഴ്ചകളിൽ മാത്രമാണ് ആ വഴി കൂടെ പോകുന്ന രാത്രി സെക്കൻഡ് ഷോ ഇട്ട് വരുന്ന ആൾക്കാരായാലും അതുപോലെ തന്നെ സ്ത്രീകളായാലും അവർ ഈ പെൺകുട്ടിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാണല്ല. ഈ പെൺകുട്ടി തൂങ്ങി നിന്ന മരത്തിൻ്റെ ആ ചില്ലേമര നമ്മൾ ആ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നത് കാണുക അവർ വരുമ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നൂൽ ബന്ധമില്ലാണ്ട് പിറന്ന പാടിന് തൂങ്ങി നിൽക്കുന്നത്. ഇത് കണ്ട് പല ആൾക്കാരും പേടിക്കുക തന്നെയല്ല, അവർക്ക് അതോട് കൂടിയിട്ട് പിന്നെ ഈ സ്ത്രീയുടെ പ്രേതം കയറി എന്ന് പറയുന്നത് ഇവർ അത് ഇതൊക്കെ വിളിച്ച് പറയുക ചെയ്യുന്നു. പിന്നെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് പറ്റിയ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഈ പെൺകുട്ടി പറയാൻ ആഗ്രഹിച്ച എത്ര ആൾക്കാർ ചോദിച്ചിട്ടും പറയാൻ പറ്റാത്ത, ഗർഭിണിയാക്കിയത് ആരാന്ന് പറയാൻ പറ്റാത്ത ആ ആളുടെ പേര് വരെ വിളിച്ച് പറയുന്നത്. അപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇന്ന ആളാണ്, ആ ആൾ ബോംബെയിലാണ്, മിസ്സിങ് ആണ്. അപ്പോൾ അത് ഈ പ്രേതം കയറി എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ പേരെടുത്ത് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അതൊരു വലിയൊരു ശല്യമായി. പിന്നെ ഇപ്പോൾ ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഈ ബാധ ഒഴിക്കാനായിട്ട് അവർ ചെല്ലണ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇങ്ങനെയുള്ള ബാധകളൊക്കെ ഒഴിക്കും. അവിടുന്ന് ഒരു ചരട് കിട്ടി കഴിഞ്ഞാൽ, അവിടുത്തെ ഈ മേൽശാന്തി ഒരു ചരട് മന്ത്രിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാധ അവിടെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ബാധ അവിടെ ഇറക്കി വയ്ക്കും. അത്രേ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പ്രേതങ്ങളിലെ അയിരിക്കളിയാണ്. അതിൻ്റെ നിലവറയിൽ കംപ്ലീറ്റ് പ്രേതങ്ങളാണ്. ഒരു ചെല്ലുണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണി എപ്പോഴും അവസാനം വരണം. കൊടുങ്ങല്ലൂർ ഭരണി ആദ്യം വന്ന നാട്ടിൽ മുഴുവൻ പ്രേതങ്ങളാന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള പൂരങ്ങൾ കാണാനായിട്ട് കൊടുങ്ങല്ലൂർ വരണയിൽ മുമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള പൂരങ്ങൾ കാണാനായിട്ട് എല്ലാ ആത്മാക്കളെയും തുറന്നു വിടും. പ്രത്യേകിച്ച് ആറാട്ടോടെ പൂരം കാണാനായിട്ട്, തൃശ്ശൂർ പൂരമൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ കൊടുങ്ങല്ലൂർ ഭരണി വരുമ്പോൾ ഈ ആത്മാക്കളൊക്കെ തിരിച്ചിവിടെ വരണം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണി ആദ്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മാക്കളെ എന്തായാലും മറ്റുള്ള പൂരങ്ങൾ വരുമ്പോൾ ദേവിക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവരൊരു കൊല്ലം നാട്ടിൽ കിടന്ന് നടക്കുന്ന പറയണത്. നാട്ടിൽ കിടന്ന് നടക്കുക തന്നെയല്ല, നാട്ടിൽ കണ്ടമാന രോഗങ്ങൾ വരും. അധികം രോഗങ്ങൾ തന്നെ ചിക്കൻ ബോക്സും വസൂരി പോലുള്ള രോഗങ്ങളാണ് വരിക. അത് ഈ ആത്മാക്കൾ ഉണ്ടാക്കണതാണ്. പിന്നെ ദേവിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അടുത്ത കൊല്ലം മാത്രമേ അവർ തിരിച്ചവിടെ ചെല്ലുള്ളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ആത്മാവിൻ്റെ അവിടെ പ്രേതം കൂടുന്ന ആ സ്ത്രീയുടെ ആത്മാവ് കയറിയിട്ടുണ്ടെങ്കിൽ ആ പ്രേതങ്ങൾ മുഴുവൻ കൊണ്ട് ഒഴിപ്പിച്ചത് ഇവിടെ കൊടുങ്ങല്ലൂരാണ്. അങ്ങനെ അതൊരു വലിയൊരു ശല്യമായിട്ട് മാറി. നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് പറഞ്ഞു നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് തൂങ്ങി നിന്ന് ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി. മരം വെട്ടാമെന്ന് അവർ വിചാരിച്ചത്, പക്ഷെ മരം വെട്ടാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്രയും വലിയൊരു മരമാണ്, അത്രയും ആൾക്കാർക്ക് തണൽ കൊടുക്കണമാണ്. അതൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അത് വേണ്ട, എല്ലാവരും പറഞ്ഞു ആ കൊമ്പ് വെട്ടിയാൽ മതി, പിന്നെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ കൊമ്പ് വെട്ടിയിട്ട് ഒരു കാര്യമില്ല. പിന്നെയും ശനിയാഴ്ച ഈ പെൺകുട്ടീനെ കണ്ടവരുണ്ട്, ഇതുപോലെ നിൽക്കുന്നവരുണ്ട്, ഈ തൂങ്ങി നിൽക്കുന്നതും കണ്ടവരുണ്ട്. അതും പ്രശ്നമായപ്പോൾ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തിരുമേനിനെ കൊണ്ടുവന്നിട്ട് ആ മാവിൻ്റെ കടയ്ക്കൽ തന്നെ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പ്രശ്നത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രേതം ഈ മാവുമെന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഇവിടെ ഒരു ആല് വയ്ക്കണം. ഈ ആല് വെച്ചാൽ മാത്രം പോരാ, ഇവിടെ ഏതെങ്കിലും ഒരു ആളെ സ്ഥാപിക്കണം, ഒരു ദൈവത്തിനെ ഇവിടെ സ്ഥാപിക്കണം. എന്നാൽ മാത്രമാണ് ഈ പ്രേതം ഈ മാവുമെന്ന് ഒഴിഞ്ഞു പോകുള്ളൂ. ആ ആത്മാവിന് കുറേ ശക്തികളുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിറവയറ്റോടു കൂടി മരിച്ച കാരണം വലിയ ശക്തികളുണ്ട്. അത് നശിപ്പിക്കാനായിട്ട് ഒരു മന്ത്രത്തിനും ഒരു തന്ത്രത്തിനും നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില പരിഹാരങ്ങൾ മാത്രം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് രാത്രിയായാലും പകലായാലും നടക്കാൻ പറ്റുള്ളൂ. പകൽ പോലും ആ മാവിൻ്റെ അവിടെ ഭയങ്കര ഈ ചില്ലകളൊക്കെ ഭയങ്കരമായിട്ട് കാറ്റില്ലാണ്ട് അവിടെ ചില്ലകളൊക്കെ ആടുക എന്ന് പറയണത്. അപ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി? അത്രയും ശക്തിയാണ് ആ പ്രേത ആത്മാവിന്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സമ്മതിച്ചു. ഒരു ആല് കൊണ്ടുവന്ന് മാവിനെ ചേർത്ത് ആല് വെച്ചു. ആലാച്ചനെങ്കിൽ വലുതായി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ആലോചിച്ചു ഏത് ദൈവത്തിനെ വയ്ക്കേണ്ടത് അവിടെ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഹനുമാൻ സ്വാമീനെ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഒരു വിഗ്രഹം ആ ആലിൻ്റെ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഇത് ആത്മാവായി. ആ സ്റ്റോപ്പിൻ്റെ പേര് ആത്മാവായി. ആലും മാവും കൂടിയിട്ടുള്ള ഒരു സംഭവമായി. പിന്നെ ആലും മാവും കൂടി നിൽക്കുന്നത് കാണാം നമുക്ക് അവിടെ ചെന്നാൽ. എന്നിട്ട് ആലും മാവും കൂടി നിൽക്കുന്ന ആത്മാവെന്ന് പേരായി. അതോട് കൂടിയിട്ട് ആ ആത്മാവ് ആലും ആ മാവുമെന്ന് വിട്ടുപോയി. ആല് വലുതായി കഴിഞ്ഞാൽ പിന്നെ ആലിൻ്റെ മുകളിൽ ഒരു കളിയും ഒരു പ്രയത്നം നടക്കില്ല. ആലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവിക ശക്തിയുള്ളതാണ്. ശ്രീകൃഷ്ണൻ്റെ ഒരു ചിഹ്നമാണ് ആല്. എന്ന് ആലിൻ്റെ ഇല കണ്ടിട്ടുണ്ടാകും.
ഔഷധമാണ്. ആ ആലിൻ്റെ ഇല ഇങ്ങനെ ഇങ്ങോട്ട് ആടണം, ആ കാറ്റ് നമുക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ഓക്സിജനാണ്. അത്രയും നല്ലതാണ് ഈ ആലിൻ്റെ കടക്കലിൽ നിന്നിട്ട് നമ്മൾ ആ കാറ്റ് കൊള്ളണത്. അങ്ങനെ ആലവിടെ വലുതായി. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഹനുമാനെ വെച്ചു. അതിന് ശേഷം ഏതൊരാൾക്കും പാതിരാത്രിക്ക് പോലും ആ തറയിൽ കിടന്നുറങ്ങാം, ഒരു ശല്യം ഉണ്ടായിട്ടില്ല. പിന്നെ ആ നാട്ടിലുള്ളവർക്ക് ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ആത്മാവിനെ ഒതുക്കി ആത്മാവ് എവിടേക്കോ പോയി. ഇനി തിരിച്ച് കൊടുങ്ങല്ലൂർക്ക് പോയോ അതോ സ്വർഗ്ഗലോകത്ത് പോയോ എന്നൊന്നും അറിയില്ല. ആ ആൾ, ഈ പെൺകുട്ടീനെ ഗർഭമുണ്ടാക്കിയ ആൾ ഇന്നവരെ തിരിച്ചു വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആൾ ബോംബെയിൽ എവിടെയാണോ അതോ മരിച്ചോ ഇനി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ ഈ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതോട് കൂടിയിട്ട് ആൾ പോയതാണ്. എനിക്ക് തോന്നുന്നു ആ പയ്യനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഗർഭമുണ്ടാക്കിയവരും തല്ലുണ്ടാക്കിയവരൊക്കെ ഓടി പോകുന്ന ഒരു സ്ഥലമാണല്ലോ ബോംബെ. അപ്പോൾ ഇതാണ് ആത്മാവ് സ്റ്റോപ്പിൻ്റെ കഥ. അപ്പോൾ ഇതിലൊന്നും സത്യമില്ല, ഇതൊക്കെ വെറുതെ പറയണതാണ് കള്ളക്കഥകളെന്ന് പറയുമ്പോൾ നാട്ടിൽ റിയലായിട്ട് നടന്ന സംഭവങ്ങളാണ് പറയണത്. നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാം. നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർക്ക് ബസ് കയറി കഴിഞ്ഞാൽ ആത്മാവ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആത്മാവിനെ പറ്റിയിട്ടുള്ള ആത്മാവ് മാവിനെ പറ്റിയിട്ടും ആത്മാവിൻ്റെ ആലിനെ പറ്റിയിട്ടുള്ള കഥ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.